ഹായ് ഡിയേഴ്സ്, നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഒരു സൂപ്പർ ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു ഫുഡ് ക്രീമാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നൈസ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഫുഡ് ക്രീമാണ്. കണ്ടോ, ക്ലിയർ ആവുന്നുണ്ടോ? ഇന്റൻസീവ് റിപ്പയർ ഫുഡ് ക്രീം എന്നാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. വിത്ത് വീഗം ഓയിൽ എന്നാണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് എന്നാണ്. ഇതിന്റെ 50 ഗ്രാമിന് 99 മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം നമുക്ക് ഇപ്പം മഴക്കാലമൊക്കെ ആയി നമ്മുടെ ഫ്രൂട്ടിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. വളങ്കടി, അതുപോലെ തന്നെ കാലിലിങ്ങനെ തൊലി പോവുക, ഉപ്പൂറ്റി വിണ്ടുകയറുക, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലത്തിനും കൂടിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഈ റേഞ്ചിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് ക്രീം ആണ് ഇട്ടത്. ഇത് നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പം ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ബൈ. ഹായ് ഡിയേഴ്സ്, നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഒരു സൂപ്പർ ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു ഫുഡ് ക്രീമാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നൈസ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഫുഡ് ക്രീമാണ്. കണ്ടോ, ക്ലിയർ ആവുന്നുണ്ടോ? ഇന്റൻസീവ് റിപ്പയർ ഫുഡ് ക്രീം എന്നാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. വിത്ത് വീഗം ഓയിൽ എന്നാണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് എന്നാണ്. ഇതിന്റെ 50 ഗ്രാമിന് 99 മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം നമുക്ക് ഇപ്പം മഴക്കാലമൊക്കെ ആയി നമ്മുടെ ഫ്രൂട്ടിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. വളങ്കടി, അതുപോലെ തന്നെ കാലിലിങ്ങനെ തൊലി പോവുക, ഉപ്പൂറ്റി വിണ്ടുകയറുക, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലത്തിനും കൂടിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഈ റേഞ്ചിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് ക്രീമാണ് ഇട്ടത്. ഇത് നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പം ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കി.